മകൾക്കു വേണ്ടി എന്തും ചെയ്യുന്ന ഒരച്ഛൻ. ആ അച്ഛനും മകളും ചേർന്ന് നടത്തുന്ന കൊള്ളകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കമിഴ്ന്നു വീണാൽ കാൽപ്പണം അതെവിടെ കിടന്നാലും എടുക്കുമെന്നതാണ് ലൈൻ. സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ഭരണചക്രം തിരിക്കുന്ന, അതിനുവേണ്ടി എന്ത് തൊട്ടിത്തരവും കാണിക്കുന്ന നികൃഷ്ടനായ ഭരണാധികാരിയുള്ള നാടാണ് ഇപ്പോൾ കേരളം. പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും പോലെ വലിയ ദുരന്തങ്ങൾ ഒരു നാടിനും ഇനി സംഭവിക്കാനില്ല. അച്ഛനും മകളും കൂടി നാട് മുടിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായിരിക്കുന്നു. ഇപ്പോൾ ഇത് CMRL എക്സാലോജിക് ഇടപാട് വിചാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നിലപാടാകും ഇതിൽ നിർണായകം. കേസിൽ ഡിസംബർ 2-ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലം ഇതിന്റെ സൂചനകളാണ് നൽകുന്നത്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം മന്ത്രാലയം നിയമോപദേശം തേടും. റിപ്പോർട്ടിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടത് ആവശ്യമെന്ന് ബോധ്യപ്പെട്ടാൽ വിചാരണയ്ക്ക് SFIOയോട് നിർദ്ദേശിക്കും. സത്യവാങ്മൂലം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതായി SFIO സംഘം ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ച സാഹചര്യത്തിൽ കോടതി തടഞ്ഞില്ലെങ്കിൽ വിചാരണയിലേക്ക് നീങ്ങും. അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CMRLന്റെ ഹർജി. ഈ വാദം കോടതി അംഗീകരിച്ചാൽ SFIO റിപ്പോർട്ടിൽ തുടർ നടപടി തടയുകയും ചെയ്യും. കോർപ്പറേറ്റ് വഞ്ചനയാണ് അന്വേഷിച്ചത്. എക്സാലോജിക് സൊല്യൂഷൻസിന് പങ്കുണ്ടെന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയാൽ ഏക ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണയും പ്രതിയാകും. വിചാരണയും നേരിടേണ്ടതായി വരും. അന്വേഷണം പൂർത്തിയാക്കിയതായി SFIO കോടതിയെ അറിയിച്ചുവെങ്കിലും CMRLന്റെ ചെയർമാൻ ശശിധരൻ കർത്തായുടെ മൊഴി എടുത്തിട്ടില്ല. ആകെ 20 പേരുടെ മൊഴിയാണ് SFIO രേഖപ്പെടുത്തിയത്. കർത്തായുടെ മകനും ഡയറക്ടറുമായ ശരൺ S കർത്തായുടെ മൊഴി 4 വട്ടം രേഖപ്പെടുത്തി. ഏറ്റവും അധികം മൊഴി എടുത്തത് കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായ P സുരേഷ് കുമാറിന്റെയും KS സുരേഷ് കുമാറിന്റെയുമാണ്. വീണയുടെ മൊഴി 1 വട്ടം രേഖപ്പെടുത്തുകയും ചെയ്തു, സെപ്റ്റംബർ 9-ന്. ഇതിനുശേഷം 3 വട്ടം P സുരേഷ് കുമാറിന്റെയും KS സുരേഷ് കുമാറിന്റെയും SFIO വിളിപ്പിച്ചു. ഈ മൊഴികളിൽ നിന്നാണ് നിർണായക നിരീക്ഷണങ്ങളിലേക്ക് SFIO കടന്നിരിക്കുന്നത്. SFIO അന്വേഷണത്തിനെതിരെ CMRLും KSIDCയും കേരള ഹൈക്കോടതിയിലും എക്സാലോജിക് ബംഗളൂരു ഹൈക്കോടതിയിലും നൽകിയ ഹർജികളിൽ അന്വേഷണം സ്റ്റേ ചെയ്തിരുന്നില്ല. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജിയിലെ ആരോപണങ്ങൾക്കെതിരെയായിരുന്നു ഈ ഹർജികൾ. എന്നാലും മൂന്നും അനുകൂലമാകാതിരുന്നതോടെ അന്വേഷണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലെ ഉത്തരവിലെ മൊഴി അനുസരിച്ച് കേസെടുക്കാൻ നിയമ തടസ്സമുണ്ട് എന്നുമുള്ള വാദം ഉന്നയിച്ചാണ് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ആദായ നികുതി ബോർഡിന്റെ രേഖ വെച്ചല്ല അന്വേഷണമെന്ന് തുടക്കത്തിൽ തന്നെ SFIO വ്യക്തമാക്കിയിരുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു, കൊച്ചി ഓഫീസുകൾ നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ റിപ്പോർട്ടുകൾ, ROC ഇൻസ്പെക്ടർമാരുടെ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ട് എന്നിവയാണ് ആധാരമാക്കിയത് എന്ന വാദമാണ് SFIOയുടേത്. ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ മറ്റൊരു കേസുമുണ്ട്. അന്വേഷണത്തിൽ സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെതിരെ വീണ നൽകിയ അപ്പീലാണിത്. ഓഗസ്റ്റിൽ നൽകിയ അപ്പീൽ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. അതിനിടെ CMRL ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്ക് പണം നൽകിയെന്ന് സംശയമുണ്ടെന്ന് SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. മാസപ്പടി കേസിൽ പ്രധാന രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്ന് പരിശോധിക്കുകയാണെന്ന് SFIO അഭിഭാഷകൻ പറഞ്ഞു. CMRLും എക്സാലോജിക്കും തമ്മിലെ ദുരൂഹ ഇടപാട് സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയായി. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആവശ്യമെങ്കിൽ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാമെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു. CMRL ആർക്കൊക്കെ പണം കൊടുത്തു എന്നത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. 184 കോടിയിലധികം രൂപയുടെ ഇടപാട് നടന്നതിന്റെ തെളിവുണ്ട്. ഈ പണത്തിൽ നിന്നൊരു ഭാഗം ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്കും കിട്ടി. ചെയ്യാത്ത സേവനത്തിന് എക്സാലോജിക്കിന് പണം കൈമാറിയിട്ടുണ്ട്. ഇതിനായി വ്യാജ ബില്ലുകൾ ചമച്ചതായി കണ്ടെത്തിയെന്നും SFIO വ്യക്തമാക്കിയിരിക്കുകയാണ്.